നമസ്കാരം. കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവും എല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോടെയിൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സന്യാസാശ്രമങ്ങൾ പുണ്യങ്ങളുടെ പള്ളിക്കൂടമായിട്ടാണ് അറിയപ്പെടുക. അത്തരത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ പുണ്യപ്രഭ ചൊരിയുന്ന സന്യാസാശ്രമങ്ങളുടെ സംഗമ ഭൂമിയാണ് ഗ്രീസിലെ മൗണ്ട് ഏത്തോസ്. പൗരസ്ത്യ ക്രിസ്തീയതയിലെ സന്യാസ ദർശനങ്ങൾക്കും ആത്മീയ പാരമ്പര്യങ്ങൾക്കും ഇന്നും സംഭാവന നൽകുന്ന ഇടമാണ് ഈ പ്രദേശം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച മൗണ്ട് ഏത്തോസിന്റെ കാഴ്ചകളിലേക്ക്. ഗ്രീസിന്റെ രക്ഷാധികാരത്തിന് കീഴിൽ കിഴക്കൻ ഗ്രീസിലെ ചാൽസിഡൈസ് ഉപദ്വീപിന്റെ മുനമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാണ് മൗണ്ട് ഏത്തോസ്. പ്രാചീന കാലത്ത് ഈ മുനമ്പ് ആക്ടെ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സെർക്സിന്റെ ഗ്രീസ് ആക്രമണകാലത്ത് അദ്ദേഹം തന്റെ നാവികസേനയെ ഈ മുനമ്പ് ചുറ്റിക്കൊണ്ടു പോകുന്നതിനുള്ള ക്ലേശം ഒഴിവാക്കാനായി അതിന്റെ വീതി കുറഞ്ഞ ഭാഗത്ത് ഒരു തോട് നിർമ്മിക്കുകയുണ്ടായി. അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഹോളി മൗണ്ടൻ എന്നാണ്. ഏത്തോസ് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. ഇതിന്റെ വിസ്തൃതി 390 ചതുരശ്ര കിലോമീറ്ററും ജനസംഖ്യ 2250 തലസ്ഥാനം കാരിയേഴ്സുമാണ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കീസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള 20 പുരാതന പൗരസ്ത്യ ക്രിസ്തീയ സന്യാസാശ്രമങ്ങൾ ഇവിടെയുണ്ട്. ഈ ആശ്രമങ്ങളിൽ പലതിലും താമസിച്ചിരുന്ന അർസേനിയോസ് എസ്നെപ്പീസിസ് എന്നുകൂടി അറിയപ്പെട്ടിരുന്ന വിശുദ്ധ പെയ്സിയോസ് ഓഫ് മൗണ്ട് ഏത്തോസ് ആധുനിക ഓർത്തഡോക്സ് സന്യാസത്തിന് സമാനതകളില്ലാത്ത പുതിയ മാനങ്ങൾ നൽകിയ വ്യക്തിയായിരുന്നു. വിശുദ്ധ ആർസേനിയോസിന്റെ ആത്മീയ ദർശനങ്ങൾ ഗ്രീസിന്റെ അതിർത്തികൾ കടന്ന് അനേകർക്ക് പ്രകാശം പരത്തിയ കെടാവിളക്കായി മാറിയിരിക്കുന്നു. അഗാധമായ വിനയത്തിൽ പൂവിട്ട വിശുദ്ധന്റെ തപസ്സ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിക്ക് അടിസ്ഥാനവും മുദ്രയും നൽകി.
കുരിശ് യുദ്ധങ്ങളുടെയും ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെയും ആഘാതങ്ങളിലൂടെ പൗരസ്ത്യ ക്രിസ്തീയത കടന്നുപോയ നൂറ്റാണ്ടുകളിൽ മൗണ്ട് ഏത്തോസിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ അവിടുത്തെ സന്യാസ സമൂഹങ്ങൾക്ക് അനുഗ്രഹമായതിനാൽ ബൈസാൻഡിയൻ സഭാ പാരമ്പര്യത്തിൻ്റെ പരിരക്ഷകരാകാൻ ഈ സമൂഹത്തിന് സാധിച്ചു. ബൈസാൻഡൈൻ സാമ്രാജ്യത്തിൻ്റെയും സഭയുടെയും ആസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യം വെനീസുകാരായ ലത്തീൻ ക്രിസ്ത്യാനികളുടെയും തുടർന്ന് ഓട്ടോമൻ മുസ്ലിമുകളുടെയും നിയന്ത്രണത്തിലായപ്പോഴും ഏത്തോസിലെ സന്യാസ സമൂഹങ്ങൾക്ക് താരതമ്യേനയുള്ള സ്വാതന്ത്ര്യം നിലനിർത്താനായി. വിശുദ്ധ പർവ്വതം അങ്ങനെ ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന മുതൽക്കൂട്ടുകളിൽ ഒന്നായി നിലനിന്നു. പൗരസ്ത്യ പാരമ്പര്യത്തിലുള്ള പുരുഷ സന്യസ്തർ മാത്രം ജീവിക്കുന്ന ഈ പ്രദേശത്ത് സ്ത്രീകൾക്ക് സന്ദർശകർ എന്ന നിലയിൽ പോലും പ്രവേശനമില്ല. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട സന്യാസികളുടെ 20 ആശ്രമങ്ങളും അവയെ ആശ്രയിച്ച് കഴിയുന്ന ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഉൾപ്പെട്ട ഒരു സംഘം ജനങ്ങളും ഇവിടെ വസിച്ചുവരുന്നു. പുരുഷന്മാർ മാത്രം അധിവസിക്കുന്ന ഈ റിപ്പബ്ലിക്കിലെ ജനസംഖ്യയിൽ 2000 പേർ സന്യാസികളും ബാക്കിയുള്ളവർ ഉദ്യോഗസ്ഥരും തൊഴിലാളികളുമാണ്. AD 1045 ഒരു നിയമപ്രകാരം സ്ത്രീകളെയും പെൺവർഗത്തിലുള്ള ജന്തുക്കളെയും ഈ പ്രദേശത്ത് നിരോധിച്ചിരിക്കുന്നു. ഏത്തോസിലെ സന്യാസ പാരമ്പര്യം അതിൻ്റെ ചരിത്രത്തെ വിശുദ്ധ മാതാവുമായി ബന്ധിപ്പിക്കുന്നു. അതനുസരിച്ച് യേശു മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ സന്ദർശിക്കാൻ ജോപ്പായിൽ നിന്ന് സൈപ്രസിലേക്ക് യേശുവിൻ്റെ ശിഷ്യനും സുവിശേഷകനുമായ യോഹന്നാനോടൊപ്പം യാത്ര ചെയ്ത മാതാവിൻ്റെ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ടത് മൂലം ഏത്തോസിലെത്തി. അവിടെ ഇപ്പോഴുള്ള ഇവറോൺ ആശ്രമത്തിനടുത്തുള്ള ക്ലമന്റ് തുറമുഖത്ത് കപ്പൽ നങ്കൂരമിട്ടു. ഏത്തോസ് മലയുടെ കാനന ഭംഗിയിൽ ആകൃഷ്ടയായി അതിനെ അനുഗ്രഹിച്ച മാതാവ് തനിക്ക് ഒരു ഉദ്യാനമായി അത് ലഭിക്കാൻ ആഗ്രഹിച്ച മാത്രയിൽ ഇവിടം നിനക്കവകാശപ്പെട്ട ഉദ്യാനവും മുക്തി തേടുന്നവർക്ക് പറുദീസായും രക്ഷയുടെ അഭയസ്ഥാനവുമാകട്ടെ എന്ന അശരീരി മുഴങ്ങിക്കേട്ടുവത്രേ. അപ്പോൾ മുതൽ ദൈവമാതാവിൻ്റെ ഉദ്യാനമായി മാറ്റിവെക്കപ്പെട്ട ഈ പർവ്വതം മറ്റെല്ലാ സ്ത്രീകൾക്കും വിലക്കപ്പെട്ടതായെന്ന് ഈ പാരമ്പര്യം അവകാശപ്പെടുന്നു. ഇവിടുത്തെ എല്ലാ ആശ്രമങ്ങളും വിശുദ്ധ മാതാവിന് സമർപ്പിക്കപ്പെട്ടവയാണ്. ചുമർ ചിത്രങ്ങളും തിളങ്ങുന്ന ഹസ്തലിഖിതങ്ങളും ചിത്രത്തുന്നലുകളും ബിംബങ്ങളും സ്വർണ്ണ നിറത്താൽ ആവരണം ചെയ്യപ്പെട്ട പ്രതിമകളും കൂടിച്ചേർന്ന പ്രകൃതിദത്തമായ സൗന്ദര്യത്താൽ ശിരസ്സുയർത്തി നിൽക്കുന്ന മൗണ്ട് ഏത്തോസിൻ്റെ പിന്നിലെ പ്രധാന കാരണം അവിടെയുള്ള സന്യാസിമാരുടെ ജീവിത വിശുദ്ധിയും അധ്വാനിക്കാനുള്ള സന്മനസ്സും തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാകാം മനോഹരമായ മെഡിറ്ററേനിയൻ വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന മൗണ്ട് ഏത്തോസ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തിയിരിക്കുന്നത്.
പ്രതിദിനം ഓർത്തഡോക്സ് സഭാവിശ്വാസികളായ 100 പുരുഷന്മാർക്കും മറ്റ് 10 പുരുഷന്മാർക്കുമാണ് പ്രവേശനം അനുവദിക്കുക. മൂന്ന് ദിവസം അവിടെ തങ്ങി തീർത്ഥാടനം നിർവഹിച്ച് കാഴ്ചകൾ കണ്ട് മടങ്ങാവുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഹോട്ടലുകളോ ഷോപ്പുകളോ ഒന്നും ഇല്ലാത്ത പ്രദേശം. ആധുനിക സൗകര്യങ്ങൾക്കൊന്നും കീഴ്പ്പെട്ടിട്ടില്ല. ബൈസാൻഡിയം സിവിലൈസേഷന്റെ കലവറയാണ് ഏത്തോസ്. ബൈസാൻഡിയം സാമ്രാജ്യത്തെ നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ സന്യാസി സമൂഹം. ആഴത്തിലുള്ള അറിവും വ്രതശുദ്ധിയും വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത സന്യാസ ജീവിത ശൈലിയും കൊണ്ട് അവർ ഏറെ വ്യത്യസ്തരാണ്. കൂടുതൽ സമയവും പ്രാർത്ഥനയിൽ ചിലവഴിക്കും. രണ്ടു നേരം മാത്രമാണ് ദിവസത്തിൽ ആഹാരം കഴിക്കുക. 15 മിനിറ്റിൽ കൂടുതൽ ആഹാരം കഴിക്കാൻ ചെലവഴിക്കില്ല. പഴങ്ങൾ, ഒലിവിലകൾ, വീഞ്ഞ് തുടങ്ങിയവയാണ് പ്രധാന ഭക്ഷണ പദാർത്ഥങ്ങൾ. സന്ദർശകർക്ക് ഭക്ഷണവും താമസവും സൗജന്യമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്ന സന്ദർശകരും പുലർച്ചെ 4 മണിക്ക് സന്യസ്തരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. കൂടുതലും നിശബ്ദരായിരുന്നു കൊണ്ട് വേണം കാഴ്ചകൾ കാണുവാൻ എന്നതെല്ലാം ഇവിടുത്തെ കർശനമായ നിയമങ്ങളാണ്. സന്യസ്തർ തങ്ങളാൽ കഴിയും വിധം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുകയും തങ്ങളുടെ ഭക്ഷ്യയോഗ്യത്തിനാവശ്യമായ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. പൊടിഞ്ഞ പാറക്കല്ലുകളാൽ നിറഞ്ഞു കിടക്കുന്നതാണ് ഇവിടുത്തെ വഴികൾ. രണ്ടായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശ്രമത്തിലേക്ക് എത്തിച്ചേരാൻ ഏതാനും കുറച്ചു വർഷങ്ങളായി സന്യാസികൾ കഴുതകളെ ഉപയോഗിച്ചു വരുന്നു. കൂടാതെ മറ്റൊരു വിചിത്രമായ ആചാരവും ഈ സന്യസ്തർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഏത്തോസിൽ നിന്ന് മരണമടയുന്ന ഓരോ സന്യസ്തരുടെയും തലയോട്ടികളിൽ സന്യസ്തരുടെ ചിത്രവും പേരും എഴുതി തലയോട്ടികൾക്ക് മാത്രമായി ഒരു മുറി ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെയുള്ള പല സന്യസ്തരും തടിയിൽ കുത്തി ഈശോയുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ മിടുക്കരാണ്.
രൂപങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് അവർ നൽകുകയും ചെയ്യും. ഇവരുടെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഗോതമ്പപ്പം. അതുണ്ടാക്കുന്നതും വളരെ വ്യത്യസ്തമായിട്ടാണ്. പ്രത്യേക അനുപാതത്തിലുള്ള ഒരു വേവും ഈ അപ്പത്തിനുണ്ട്. അത് സന്യാസികൾ മനസ്സിലാക്കുന്നത് ചിമ്മിനിയിൽ നിന്നുള്ള പുകവഴിയാണെന്നും പറയപ്പെടുന്നു. പാചകം മുതൽ തങ്ങളുടെ വാസസ്ഥലത്തിന്റെ എല്ലാവിധ അറ്റകുറ്റപ്പണികളും ചെയ്യുന്നത് ഇവിടുത്തെ സന്യസ്തർ തന്നെയാണ് എന്നതാണ് വാസ്തവം. ഇവിടുത്തെ സംഗീതോപകരണങ്ങൾ, ദേവാലയമണികൾ എല്ലാം വളരെ വ്യത്യസ്തമാണ്. ധാരാളം എലികൾ ഉള്ളതിനാൽ പൂച്ചകളെ മാത്രം പരമ്പരാഗതമായി അനുവദിക്കുന്നുണ്ട് മൗണ്ട് ഏത്തോസിൽ. അതുകൊണ്ട് പൂച്ചകളുടെ കാര്യത്തിൽ മാത്രം ലിംഗവ്യത്യാസം കാണിക്കുന്നില്ല. വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനാകാത്തതിനാൽ അവിടെയും ലിംഗവ്യത്യാസം പ്രശ്നമല്ല. സ്ത്രീകളെ വിലക്കിക്കൊണ്ട് ഗ്രീസ് നിയമം വരെ പാസാക്കിയിട്ടുണ്ട്. 1 വർഷം വരെ തടവാണ് ഇവിടെ നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ. എന്തൊക്കെ തന്നെ ആയിരുന്നാലും സന്യാസിമാർ തങ്ങളുടെ എളിയ ജീവിതം ഈ കുന്നിൻമുകളിൽ ജീവിച്ചു തീർക്കുന്നത് തീർത്തും സുഖകരമായിട്ടല്ല എന്ന് പല മാധ്യമങ്ങളും യാത്രികരും ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അവരുടെ ജീവിത രീതിക്ക് അവർ തന്നെ കണ്ടെത്തിയ കുറച്ച് മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക, ഉത്കണ്ഠകൾ ഒഴിവാക്കാൻ ലളിത ജീവിതം നയിക്കുക, എല്ലാ പരീക്ഷണങ്ങളിലും എൻ്റെ ദൈവമേ നന്ദി എന്ന് പറയുക, കാരണം ഇത് എൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായിരുന്നു എന്ന് കരുതുക, എളിമ സ്വന്തമാക്കുക, അതുവഴി പ്രാർത്ഥന സ്വജീവിതത്തിലേക്ക് തനിയെ എത്തിച്ചേരും. പ്രാർത്ഥനയിൽ സമാധാനം അന്വേഷിക്കുക, അല്ലാതെ ആത്മീയ സന്തോഷമല്ല തേടേണ്ടത്. നീ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറക്കുക, നിനക്ക് മറ്റുള്ളവർ ചെയ്യുന്ന നന്മകൾ ഓർക്കുക. നിന്റെ മനസ്സ് ദൈവത്തിന് സമീപം സൂക്ഷിക്കുക. ബൈബിൾ അധിഷ്ഠിതമായി ജീവിക്കുക, നിരന്തരമായി വചനം മനസ്സിൽ ഏറ്റുപറയുക, നിശബ്ദത കൈവരിക്കുക. 12 ശതാബ്ദങ്ങളായി എഴുതിവച്ചിരിക്കുന്ന ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഇപ്പോഴും മൗണ്ട് ഏത്തോസിൽ നിലനിൽക്കുന്നത്. തിരുശേഷിപ്പുകളിലൂടെയും ദൈവസാന്നിധ്യത്തിലൂടെയും ലഭിക്കുന്ന ചരിത്രപരമായ പവിത്രതയും ഏകാന്ത ജീവിതത്തിലൂടെ ലഭിക്കുന്ന വിശുദ്ധിയും ആഗ്രഹിക്കുന്നവർക്ക് മൗണ്ട് ഏത്തോസ് എന്നും ഒരു സ്വർഗ നഗരമാണ്. ഇൻഫോടെയിൽസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയേറുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.